ഈ ശ്രീരാമനെ മുമ്പിലിരുത്തിയിട്ട് വസിഷ്ഠൻ 32,000 ശ്ലോകത്തിലൂടെ, രാമായണത്തിൽ 24,000 ഉള്ളൂ, 32,000 ശ്ലോകത്തിലൂടെ ജീവിത മൂല്യങ്ങൾ വിവരിക്കുന്നു. നിങ്ങൾ അതൊന്ന് വായിച്ചാൽ ഉറപ്പാണ് നിങ്ങൾ പൊട്ടിക്കരയും. എന്താ കാരണം? ഒരക്ഷരവും മനസ്സിലാവില്ല. അത് തന്നെ, ഒരക്ഷരവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ തമാശന് പറഞ്ഞതല്ല. ഭാരതീയ വിദ്യാഭവൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 10 ആവർത്തി ഈ ഗോപാലകൃഷ്ണൻ വായിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും മനസ്സിലായില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇനി വായിച്ചാലും മനസ്സിലാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ യഥാർത്ഥത്തില് എന്നാലും ഞാൻ പഠിക്കാൻ ശ്രമിക്കും. ഇവിടെ സംഭവിച്ചത്, ഈശ്വരാവതാരമായ ശ്രീരാമൻ തളർന്നപ്പോൾ മനുഷ്യനായ വസിഷ്ഠൻ ഈ അവതാരത്തെ ഉപദേശിച്ചു. ലോകത്തില് ആകെ 9 മതങ്ങളാണുള്ളത്. അതില് 8 എണ്ണവും ഏകദേശം സെമറ്റിക് മതങ്ങളാണ്. 9ാമത്തേതാണ് നമ്മുടെ മതം, സനാതനധർമ്മം. അതൊഴികെ മറ്റൊരു മതത്തിലും മനുഷ്യൻ ഈശ്വരനെ ഉപദേശിച്ചിട്ടില്ല. ഈ നാട്ടില് മാത്ര മനുഷ്യൻ ഈശ്വരനെ ഉപദേശിച്ചിരിക്കുന്നത്. അതാണ് ഈ നാടിന്റെ പ്രത്യേകതയും. യഥാർത്ഥത്തിൽ വസിഷ്ഠൻ കേരളീയനല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അത്രയും ഭംഗിയായിട്ട് ഒരു ഉപദേശം നൽകി. നേരെ മഹാഭാരതത്തിലേക്ക് പോവാം. യുദ്ധം ചെയ്യാനായി സകലതും തയ്യാറെടുത്ത് യുദ്ധക്ഷേത്രത്തിൽ വന്ന മനുഷ്യനായ അർജുനൻ പറഞ്ഞു, സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേവതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഭഗവത്ഗീതയാണ്. നിങ്ങൾ വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ അടുത്ത് തന്നെ, അപ്പുറത്തെ എവിടെയോ ആണ്, ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്നൊരു ക്ലാസ് ഉണ്ട്. എവിടെയാണെന്ന് നിങ്ങളോട് പറയും. ചുള്ളിക്കാടോ പുളിമൂടോ പുളിപ്പാലോ എന്തോ ഒരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. അവിടെയാണ് ഭഗവത്ഗീത നിത്യജീവിതത്തില്. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഭഗവത്ഗീതയായിരിക്കും, കത്തി കാളിയിട്ടുള്ളത്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾക്ക് കുറെ മനസ്സിലാവും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അടിച്ചു പൊളിച്ച് ചില സ്ഥലത്ത് പറയുന്നത്. ഇവിടെ ഈ ഭഗവത്ഗീതയില് അർജുനൻ പറഞ്ഞു, എന്റെ ശരീരം വിറയ്ക്കുന്നു, വിയർക്കുന്നു, തൊലി പൊള്ളുന്ന മാതിരി തോന്നുന്നു, ഗാണ്ഡീവം താഴെ വീഴുന്നു, മനസ്സ് ഭ്രമിക്കുന്നു കൃഷ്ണ, എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവാ. നല്ല വരികളാ. എനിക്ക് രാജ്യവും വേണ്ട, അധികാരവും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട, അധികാരം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തളർന്ന അർജുനനെ ഈ ഭഗവത്ഗീത ഉപദേശത്തിലൂടെ കൃഷ്ണൻ മാറ്റിമറിച്ച് പറയിപ്പിച്ചു. സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ചില വാക്കുകളൊക്കെ ഭഗവത്ഗീത എന്ന് കേട്ട് കഴിയുമ്പോ തരിച്ചു നിന്നുപോകും. വെറുതെ അല്ല ഇ കെ നായനാർ അതുകൊണ്ടൊരു പോപ്പിന് കൊടുത്തത്. അത്ര കത്തുന്ന ഭഗവത്ഗീത. പോപ്പ് മാറുകയും ചെയ്തു. അപ്പൊ അങ്ങേര് മറ്റുള്ളവരെ ഉപദേശിച്ചു, എല്ലാ മെത്രാന്മാരെയും വിളിച്ചു ഉപദേശിച്ചു, നിങ്ങൾ ഇനി പഠിക്കണമെങ്കിൽ ബൈബിള് പഠിക്കണ്ട, ഇത് ഭഗവത്ഗീത പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ കൊണ്ടുകൊടുത്തതിന് പ്രയോജനം ഉണ്ടായി. ഇ കെ നായനാർ ചെയ്തതിനൊക്കെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഭഗവത്ഗീതയില് അർജുനനെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചു. അവിടെ സംഭവിച്ചതാരാണ്? അവിടെ മനുഷ്യനായ അർജുനനെ ഈശ്വരൻ ഉപദേശിച്ചു. രണ്ടും, രാമായണവും മഹാഭാരതവും മിറർ ഇമേജുകളാണ്. ഒന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്യുന്നു, ഇപ്പുറത്ത് ഒരു കുടുംബത്തിന്റെ ജീവിതത്തെ ഫോക്കസ് ചെയ്യുന്നു. ഇവിടെ ഈശ്വരനെ മനുഷ്യൻ ഉപദേശിക്കുന്നു, ഇപ്പുറത്ത് മനുഷ്യനെ ഈശ്വരൻ ഉപദേശിക്കുന്നു. ഇവിടെ ഈശ്വരൻ കാട്ടിലേക്ക് പോകുന്നു, ഇപ്പുറത്ത് മനുഷ്യര് കാട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ നിങ്ങൾ എന്തും എടുത്തു നോക്കാം. 1,25,000 ശ്ലോകങ്ങളുള്ള 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം ജീവിതത്തില് ഒരിക്കൽ വായിച്ചാൽ ഉറപ്പാണ് നമ്മുടെ തലക്കനം എന്ന് പറയുന്നത് മിക്കവാറും ഇല്ലാതെയാവും. തലക്കനം എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്താണെന്നറിയാലോ? ഹെഡ് വെയിറ്റ്. അങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല, നമ്മൾ ഉണ്ടാക്കിയതാ, നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയതാ.
ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ ഹെഡ് ഏക്ക് ഉണ്ട്, ഹെഡ് വെയിറ്റ് ഇല്ല. രണ്ടും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണെങ്കിലും ഈ ഹെഡ് വെയിറ്റ് എന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ മഹാഭാരതത്തിന്റെ കഥകളിലൂടെ, രാമായണത്തിന്റെ ചരിതത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഥകൾ കേൾക്കുക, ആ കഥകൾ അതേപോലെ അകത്തേക്ക് എടുക്കാം. കഥകളെ അനലൈസ് ചെയ്യരുത്, കഥകളെ ജസ്റ്റിഫൈ ചെയ്യരുത്, കഥകളെ റാഷണലൈസ് ചെയ്യരുത്, കഥകളെ സയന്റിഫിക്കലി ഇന്റർപ്രറ്റ് ചെയ്യരുത്, കഥകളെ അതേപോലെ എടുക്കാം. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അടുത്ത പാരഗ്രാഫും കൂടി ഒരുമിച്ചാ പറയാൻ പോകുന്നത്. കഥകൾ കഥകളായിട്ടെടുത്ത് ഇനി അനലൈസ് ചെയ്യേണ്ടത് സന്ദേശമാണ്. എന്നിട്ട് കഥ എടുത്ത് പിന്നെ സന്ദേശം എടുക്കാം. ഈ മാതൃഭൂമിയിൽ നർമ്മ വീതി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടല്ലോ ഇല്ലേ, അതിലാ മൊത്തം ഓരോരുത്തരെയും കുറിച്ച് എഴുതിയതിനു ശേഷം അവസാനം വാൽക്കഷണം എന്ന് പറഞ്ഞൊരു പീസുണ്ട്. വാൽക്കഷണം, അടിക്കുറിപ്പ്, അതാണ് കട്ടാമ്പാര. ഇവിടെ പാര എന്നല്ലേ പറയാ പാലക്കാട്, അതെ, പുന്നപ്രയിൽ പാരയാ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്കറിയാം കട്ടാമ്പാര. ആ വാൽക്കുറിപ്പും അടിക്കുറിപ്പും, വാൽക്കഷ്ണവും അടിക്കുറിപ്പുമാണ് ഓരോ പോയിന്റിലും രാമായണത്തിലും മഹാഭാരതത്തിലും നമ്മൾ എടുക്കേണ്ടത്. ടേക്ക് ദ മെസ്സേജ്, അനലൈസ് ദ മെസ്സേജ്, rationalize the message, scientifically interpret the message, justify the message. Never do so for the story. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്, രാമായണത്തിലെ ഹനുമാൻ ലങ്കയിലേക്ക് ചാടി. അപ്പോഴാ കുട്ടി ചോദിക്കുന്നേ, ഹനുമാൻ ലങ്കയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ കടലിൽ വീഴില്ലേ അമ്മേ? ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ശരിയാവില്ല. ആ കുട്ടി കഥ ചോദിച്ച ഉടനെ കേറി ബ്ലോക്ക് ചെയ്തു. അപ്പോ ആ കുട്ടിയോട് പറയാനുള്ളത്, ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. എന്ത്? ഹനുമാൻ ആദ്യം ചാടില്ലെന്ന് പറഞ്ഞു, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞു, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ജാംബവാൻ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു. അവസാനം പഴയ വീരശൂര പരാക്രമങ്ങള് ഹനുമാനെ ജാംബവാൻ ഓർമ്മിപ്പിച്ചു. അപ്പ ഹനുമാൻ പറഞ്ഞു, ഐ ഷാൽ ഡു ദാറ്റ്. ഇംഗ്ലീഷിലല്ല, സംസ്കൃതത്തിൽ. ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. നിനക്കേ അതിന് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. അതിനെന്താ ഇപ്പൊ പറയുന്നത്? ഹനുമാൻ ഇഫക്റ്റ്. എവിടെയാ പറയുന്നത്? അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും. ഇന്ത്യയിൽ എന്താ അത് പറയാത്തത്? ഇന്ത്യ സെക്കുലർ രാജ്യമാണ്. അതുകൊണ്ട് അവിടെ അതൊക്കെ പറയുള്ളൂ. അത് സെക്കുലർ അല്ലാത്തത് കൊണ്ട് അവിടെ ഇന്നും ഹനുമാൻ ഇഫക്റ്റ് മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്. അമേരിക്കയിൽ ഹനുമാൻ ഇഫക്റ്റ് മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ഏത് ഇഫക്റ്റാ? ഹനുമാൻ ചാടില്ല, എം കരുണാനിധി. രണ്ടു പേർക്കാണ് അവരുടെ വാക്കിന്റെ പകുതി ഇല്ലാത്തത്. ഒന്ന് കരുണാകരൻ, മറ്റൊന്ന് കരുണാനിധി. രണ്ടിലും ആദ്യ ഭാഗം കുറവാ. ഏതായാലും അവിടെ ഞാൻ പറഞ്ഞത് സത്യമാണ്. സായിബാബയുടെ അടുത്ത് എന്നിട്ട് സായിബാബയെ തൊഴുത് ബാക്കിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ ചോദിച്ചു, നിങ്ങൾ സായിബാബയെ കാണാൻ പോയോ? സായിബാബയെ കാണാൻ ഞാൻ പോയില്ല, അദ്ദേഹം എന്നെ കാണാൻ ഇങ്ങോട്ട് വരിക ചെയ്തേ. എന്തൊരു ചങ്കൂറ്റവും തൊലിക്കട്ടിയാണല്ലേ. മാത്രല്ല, സായിബാബ കരുണാനിധിയോട് പറഞ്ഞു, ഇനി കറുത്ത കണ്ണട വെക്കരുത്. അപ്പോ ശരി പറഞ്ഞു. അപ്പൊ തന്നെ ഇങ്ങനെ കറുത്ത കണ്ണട ഊരി സായിബാബയ്ക്ക് കൊടുത്തു. സായിബാബ ഇപ്പുറത്തും ഇപ്പുറത്തും ഊതി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് വെളുത്തു. അതാണ് ഇപ്പൊ വെച്ചിരിക്കുന്ന വെളുത്ത കണ്ണട. അങ്ങേര് വലിയ നിരീശ്വരവാദിയാ. കഴുത്തിലൊരു മഞ്ഞത്തോർത്ത് കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? തിരുച്ചെന്തൂരിലെ ഒരു ജ്യോത്സ്യം കൊടുത്തതാ. ഇത് എപ്പോഴെങ്കിലും താഴ്ത്തു വെച്ചാൽ നിങ്ങളുടെ കാര്യം പോക്കാം. ആ മഞ്ഞത്തോർത്ത് അത് ഒരിക്കലേ ജീവിതത്തിൽ താഴ്ത്തു വെച്ചിട്ടുള്ളൂ എന്ന് ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോ അറിയാതെ അർദ്ധരാത്രി ഇത് ഊർന്ന് താഴത്തേക്ക് പോയി. അന്ന് ജയലളിതയുടെ പോലീസ് അങ്ങേരെ അറസ്റ്റ് ചെയ്തു. അതാണ് അങ്ങ് സംഭവിച്ചതാണത്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. അന്ന് മാത്രം അങ്ങേര് ഇത് കഴുത്തിൽ കുരുക്കിട്ടല്ല കിടന്നത്. ഇത് ഊരി പോകാതിരിക്കാൻ കുരുക്കിട്ട അങ്ങേര് കിടക്കാറില്ല ഉറങ്ങുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് ഇങ്ങനെ തന്നെ ഇടും.
അന്ന് ഇത് കുരുക്കിടാത്തത് കൊണ്ട് കിടന്നുറങ്ങിയപ്പോ ഇത് ഊർന്ന് താഴത്തേക്ക് പോയതും 11:30 മണിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് പോലീസ് വന്നു, ഈശ്വരാനുഗ്രഹം കൊണ്ട് അറസ്റ്റ് ചെയ്തു. അപ്പൊ യഥാർത്ഥത്തില് അന്ന് മുതൽക്ക് അദ്ദേഹത്തില് ഇതുമാതിരിയുള്ള വിശ്വാസം അകത്ത് നിറച്ചുമുണ്ട്, പുറത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദിവസവും ഭാര്യ പൂജ നടത്തി ആരത്തി ഉഴുത് ഇങ്ങേര് തൊഴുന്നതിന് ശേഷമേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. പെരിയോർ രാമസ്വാമി നായ്ക്കരുടെ വീട്ടില് ഭഗവതി പൂജ നടത്താത്ത ദിവസം ഇല്ല. ഉറപ്പിച്ച 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നത്, ജവഹർലാൽ നെഹ്റുവിന്റെ തീൻമൂർത്തി ഭവനില് വെള്ളിയാഴ്ച ഭഗവതി പൂജയും വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജയും നടത്താത്ത ഒരു ദിവസം പോലും ഇല്ല. ഡൽഹിയിൽ നെഹ്റു ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുത്തിരിക്കും. പിതൃകർമ്മം നടത്താത്ത ഒരു പ്രാവശ്യം പോലും EMS മാറി നിന്നിട്ടില്ല. എല്ലാ വർഷവും തിരുനെല്ലിയിൽ ചെന്ന് പിതൃകർമ്മം നടത്തുമായിരുന്നു. പുറത്തൊന്ന് അകത്ത് വേറെ ഒന്ന്, അതൊന്നും സാരമില്ല. നമുക്ക് തിരിച്ച് രാമായണത്തിലേക്ക് വരാം. ഈ രാമായണത്തിലെ ഹനുമാൻ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടിയതിന്റെ പുറകിലുള്ള മെസ്സേജാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. കൃത്യമായിട്ട് ശ്രീരാമൻ എന്ന അവതാരം അതൊരു ഡെസ്റ്റിനിയുടെ പരമകാഷ്ഠയാണ്, നിയതി. ഒന്ന് ആലോചിച്ച് നോക്കാം. ദശരഥൻ അസാധാരണമാം വിധം ചെവി ഉപയോഗിക്കാൻ ട്രെയിനിങ് നേടിയ ആളാണ്. യോദ്ധ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ? അതില് അക്കുസോട്ടോ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, ഇല്ലേ? ഓർമ്മയുണ്ടാവും. മോഹൻലാലും നമ്മുടെ നേപ്പാളിൽ പോയതിന്റെ അപ്പുച്ചേട്ടൻ എന്നുള്ളതിനാണ് അക്കുസോട്ടോ. തറക്കേടില്ലാത്ത വിധത്തില് അതില് മോഹൻലാല് കണ്ണ് തുറക്കാതെ ചെവി ഉപയോഗിച്ച് കുമ്പളങ്ങ അപ്പുറത്തുള്ള ആൾ ഇങ്ങോട്ട് ഇടുന്ന ഒരു സീനുണ്ട്. ഈ വാളുപയോഗിച്ച് കുമ്പളങ്ങയെ വെട്ടി 4 പീസാക്കുന്ന സീനുണ്ട്. ചിരട്ട ഒരച്ച് എന്താ ശബ്ദം എന്ന് പറയിപ്പിക്കുന്നുണ്ട്. അനങ്ങാതെ നടന്ന് ആരാ നടത്തുന്നത്? ഇതിന് ശബ്ദശാസ്ത്രം എന്നാ പറയാ. ഭാരതത്തിൽ ശബ്ദശാസ്ത്രം പരമകാഷ്ഠയിലെത്തിയിരുന്നു. ശബ്ദശാസ്ത്രത്തിലെ ഗ്രന്ഥം എഴുതിയ ഒരു വ്യക്തിയാണ് ദശരഥൻ. ആ ദശരഥന് കുടത്തിൽ വെള്ളമെടുക്കുന്ന ശബ്ദം ആന വെള്ളം കുടിക്കുന്ന ശബ്ദവുമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല. അർത്ഥം മനസ്സിലായി? ഇത് തമ്മിൽ തിരിച്ചറിയാൻ സാധിച്ച ശബ്ദശാസ്ത്രത്തിൽ ഇത്രയും പ്രാവീണ്യം നേടിയ വ്യക്തിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അറിഞ്ഞൂടാ. അതുകൊണ്ട് ആന വെള്ളം കുടിക്കുകയാണെന്ന് വിചാരിച്ച് അസ്ത്രം എഴുതു. കൊണ്ടത് ഋഷിയുടെ മകന്റെ നെഞ്ചത്ത്. ഒരസ്ത്രം എഴുതാലൊന്നും ഋഷിയുടെ മകൻ മരിക്കേണ്ടതല്ല. പക്ഷേ അവിടെ ഋഷിയുടെ മകൻ മരിച്ചു. ആ മരണം ദശരഥൻ കണ്ണു കാണാൻ പറ്റാത്ത ഋഷിയുടെ മുമ്പിൽ മകന്റെ ശരീരം കൊണ്ടുവച്ചപ്പോൾ ദശരഥനാണ് എംപറർ, ചക്രവർത്തി. ദശരഥന്റെ പേരെന്താ ശരിക്ക്? നേമിരാജൻ. ദശരഥൻ എന്ന പേരുണ്ടായത് എന്തുകൊണ്ടാ? കിഴക്ക് കിഴക്ക് തെക്ക്, തെക്ക് തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക്, വടക്ക് വടക്ക് കിഴക്ക്, മുകളിലെ ചുവട്ടില് 10 ദിശയിൽ നിന്ന് ആര് ദശരഥനെ ആക്രമിച്ചാലും ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തവരെ കീഴ്പ്പെടുത്താനുള്ള കഴിവുള്ളത് കൊണ്ടാണ് 10 ദിശയിൽ നിന്ന് രഥത്തിൽ ആൾക്കാർ വന്നാലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ദശരഥൻ എന്ന് പേര് കൊടുത്തത്. ആ ദശരഥനാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നറിഞ്ഞു എങ്കിലും അറിയാതെ ആ സന്യാസി ശപിച്ചു. എന്തുകൊണ്ട് ശപിച്ചു അറിഞ്ഞൂടാ. എന്തായിരുന്നു ശാപം? എന്നെ പോലെ നീയും പുത്രദുഃഖത്തിൽ മരിക്കും. ഭയങ്കര രസാണ് ആ നിയതി. രസം എന്ന് വെച്ചാൽ സന്തോഷം എന്ന അർത്ഥത്തിലല്ല, ഇതിങ്ങനെ വരുന്ന ആ രീതി. ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ദശരഥൻ ഒരിക്കലും തന്റെ ഭാര്യയെ യുദ്ധത്തിന് കൊണ്ടുപോകാറില്ല. ആ ഒരു പ്രാവശ്യം മാത്രം ദശരഥൻ കൈകേയിയെ കൊണ്ടുപോയി. കൈകേയി ആരാണ്? ഝാൻസി റാണിയേക്കാൾ കപ്പാസിറ്റി ഉള്ള സ്ത്രീയാണ്. കേകയ രാജാവ് 12 മാസത്തില് 8 മാസവും വിദേശ പര്യടനം നടത്തുമ്പോൾ ആ 8 മാസവും അന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ രാജ്യമായ കേകയ രാജ്യം ഭരിച്ചത് കൈകേയി ഒറ്റയ്ക്കാണ്. ഒരു രാജ്യം ഭരിക്കാൻ കപ്പാസിറ്റിയുള്ള കൈകേയിയാണ്. ആ കൈകേയി
യഥാർത്ഥത്തിൽ ദശരഥന്റെ കൂട്ടത്തിൽ ചെന്നു. അന്നുവരെ ദശരഥന്റെ രഥത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് മാത്രം അതിന്റെ ആണി ഇളകിപ്പോയി. ആ ആണിയെ പിടിച്ചു നിർത്താൻ കൈകേയി ഇല്ലായിരുന്നു എങ്കില് ദശരഥന്റെ കാര്യം കൃഷ്ണാരാമ ഗോവിന്ദ. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? അത് തന്നെ. ആ കൈകേയി യുദ്ധം കഴിഞ്ഞതിന് ശേഷം, തന്റെ ഭാര്യയാണ് കൈകേയി, അപ്പോ കൈകേയിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് വെൽ ഡൺ, മൈ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനു പകരം ദശരഥൻ എന്താ ചെയ്തത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്, 2 വരം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. പറയേണ്ട വല്ല കാര്യമുണ്ട്? ഇപ്പൊ എന്റെ ഭാര്യ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു, തറക്കേടുണ്ടാവാറില്ല. അത് കുടിച്ചു കഴിയുമ്പോ ഞാൻ ഉടനെ ഈ വരം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞങ്ങോട്ട് തീർത്താ പോരെ? ആവശ്യമില്ലാതെ ഈ വരം എഴുന്നള്ളിച്ച് പോയെന്തിനാ? അറിഞ്ഞൂടാ. വരം കൊടുക്കാമെന്ന് പറഞ്ഞതും കൈകേയിക്ക് അപ്പുറത്തന്നെ വേണമെങ്കിൽ മേടിക്കായിരുന്നു. എല്ലാവരും പറയുന്നു 916, ഞങ്ങൾ നൽകുന്നു 916. അത് മേടിച്ച പ്രശ്നം തീരുമായിരുന്നു. പക്ഷെ ആ അമ്മച്ചിയാണെങ്കിൽ പറഞ്ഞു, ഇപ്പൊ എനിക്ക് വേണ്ട, പിന്നെ മതി എന്ന്. അപ്പൊ തന്നെ വേണമെങ്കിൽ ദശരഥന് പറയാമായിരുന്നു, ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ മേടിച്ചോളണം, പിന്നെ തരുന്ന പ്രശ്നമില്ല. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മകനാണെങ്കിലും അപ്പപ്പോ ഉള്ള കാര്യം അപ്പപ്പോ പിന്നീട് വെച്ചാൽ ഏത് ആരെയാ ഉണ്ടാവുന്നേ നമുക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് സോൾവ് ചെയ്യുന്നതിന് പകരം ഓക്കെ വെരി ഗുഡ്, വെന്നെവർ യു വാണ്ട് ഐ വിൽ ഗീവ് യു എന്ന് പറഞ്ഞ് എഗ്രി ചെയ്തു. ദശരഥനല്ലേ ചെയ്യേണ്ടിയിരുന്നോ? അപ്പപ്പോ ഉള്ളത് തീർത്താ പോരായിരുന്നോ? കൈകേയി ശ്രീരാമന്റെ അടുത്ത് ഇത്രയും ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് കൈകേയി. 40 വർഷമായിട്ട് മന്ദര കൈകേയിയുടെ കൂട്ടത്തിലുണ്ട്. 40 വർഷമായിട്ട് മന്ദര കൈകേയിയുടെ കൂട്ടത്തിലുണ്ട്. ഒരിക്കൽ പോലും മന്ദര കൈകേയിയെ ദുഷ്ടലക്ഷ്യത്തോടു കൂടി ഉപദേശിച്ചിട്ടില്ല. അന്ന് മാത്രം ഉപദേശിച്ചു. എന്ത്? ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം, നിന്റെ മകനെ രാജാവാക്കണം. ഇത് അമ്മച്ചിക്ക് ഒഴിവാക്കി കൂടായിരുന്നോ? കൂടായിരുന്നു. അവിടെ അങ്ങനെ പറയേണ്ടത് ആവശ്യം. അന്ന് യഥാർത്ഥത്തില് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്നിരുന്നു എങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ലാതെ നടക്കുമായിരുന്നു. പക്ഷെ അടുത്ത ദിവസത്തേക്ക് വെച്ചത് കൊണ്ട് അന്ന് രാത്രി കൈകേയിയുടെ മനസ്സ് മാറി. എന്തിനായി അടുത്ത ദിവസത്തേക്ക് വെച്ചത്? നേരത്തെ തന്നെ അങ്ങോട്ട് തീർത്തുകൂടായിരുന്നോ? തീർക്കാൻ പറ്റില്ല. അപ്പോ ഈ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കേണ്ടത് ആവശ്യമായിരുന്നു. സീതയോട് രാമൻ പറഞ്ഞു, നീ വരണ്ട, വൈദേഹി പോരേണ്ട ബാലേ, വൈദാഹ ശാന്തിക്ക് ഉപായങ്ങളില്ലേ. ഇത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോ അത് സീതയോട് ഭംഗിയായിട്ട് പറഞ്ഞു. അപ്പൊ സീത പറഞ്ഞു, ശ്രീരാമനില്ലാത്ത സീത ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ശ്രീരാമൻ ഏതു പന്താവിലൂടെയാണോ നടക്കുന്നത്, ആ പന്താവിലൂടെ പോകുമ്പോൾ മുമ്പിലുള്ള കല്ലും മുള്ളും ഇലയും മാറ്റാനാണ് ജനക മഹാരാജാവ് എന്നെ അങ്ങയ്ക്ക് വിവാഹം കഴിച്ചു തന്നത് എന്നാണ് ജാനകി പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇന്നത്തെ ഭാര്യമാരെ പോലെയൊന്നുമല്ല, വളരെ നല്ല ക്വാളിഫൈഡാ. അതായത് ശ്രീരാമൻ സഞ്ചരിക്കുന്ന പന്താവില് കല്ലും മുള്ളും ഇലയും ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടാണ് നിന്നെ ഞാൻ അവതാരമായ ദശരഥപുത്രനായ കോസല രാജപുത്രനായ ശ്രീരാമന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ധർമ്മബോധത്തോടുകൂടി വളർത്തിയ ജനക മഹാരാജാവ്. ഭഗവത്ഗീതയില് ഒരു പൂർവകാല രാജാവിന്റെ പേരേ പറയുന്നുള്ളൂ, അത് ജനകന്റെയാണ്. ഭഗവത്ഗീതയില് ജനകാദയ എന്ന് കർമ്മയോഗത്തിൽ പറയുന്നുണ്ട്. ആ ജനകൻ എന്നെ അങ്ങയെ ഏൽപ്പിച്ചത് അങ്ങ് പോകുന്ന സ്ഥലം പെർഫെക്റ്റ് ആക്കാനാണ്. അത് കാരണം അങ്ങ് എവിടെയാണോ അവിടെ സീതയുണ്ട്. സീത പോയിരുന്നില്ല എന്ന് വിചാരിക്കാം. സീത രാമനോട് പറയാം, ഓക്കെ ഗോ എഹെഡ്, ആഫ്റ്റർ 14 years we will meet each other and till then goodbye എന്നെങ്ങാനും പറഞ്ഞിരുന്നു എങ്കില് സീതയെ ആരാ കട്ടുകൊണ്ടുപോവുക? രാവണൻ കട്ടുകൊണ്ടുപോവില്ല. കാരണം രാമന്റെ കൂട്ടത്തില് സീതയില്ല. അങ്ങനെ ആ സീത രാമന്റെ കൂട്ടത്തിൽ വരിക. ഇനി വേറെ സിമ്പിളായിട്ടൊരു ചോദ്യമുണ്ട്, എന്തിനാ ഈ ലക്ഷ്മണൻ കെട്ടും പറക്കി ശ്രീരാമന്റെ കൂട്ടത്തിൽ പോയത്? അങ്ങേർക്ക് ഇവിടെ ഇരുന്നൂടായിരുന്നോ? അങ്ങേരുണ്ടായിരുന്നത് കൊണ്ടാണ്
സീതയെ ശ്രീരാമൻ ലക്ഷ്മണന്റെ കൂട്ടത്തിൽ ഏൽപ്പിച്ചിട്ട് നിന്റെ സാന്നിധ്യത്തിൽ സീത സുരക്ഷിതയാണ്, ഞാൻ ആ മാനിനെ പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു പോയത്. ഒരു പക്ഷെ ലക്ഷ്മണൻ ഇല്ലായിരുന്നെങ്കിൽ സീതയെ രാമൻ കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു. സീതയെ രാമൻ കൂട്ടത്തിൽ കൊണ്ടുപോയാൽ ഏത് രാവണനാ സീതയെ പിടിച്ചോണ്ടുപോവാ? അപ്പൊ ലക്ഷ്മണൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ലക്ഷ്മണൻ ഒരു വര വരച്ചു. അതിന് പറയുന്ന പേര് ലക്ഷ്മണരേഖ. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എല്ലാവരും വര വരയ്ക്കുക. അതിന്റെ പേര് ലക്ഷ്മണരേഖ എന്നല്ല, പല രേഖയാണ്. വെളിയം രേഖ, ജേക്കബ് രേഖ, ജോസഫ് രേഖ, അതൊന്നും ലക്ഷ്മണരേഖയല്ല. അങ്ങനെ ഒരു രേഖ വരച്ചു. വരച്ചതിന് ശേഷം ശ്രീരാമൻ ഭംഗിയായിട്ട് ലക്ഷ്മണനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സാന്നിധ്യത്തിൽ സീത സുരക്ഷിതയാണ്, നീ എവിടെ പോകുന്നോ അവിടെ സീത ഉണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ ഹേ രാമ, ഹേ ലക്ഷ്മണ എന്ന് പറഞ്ഞ് ഈ മാൻ കരഞ്ഞപ്പോൾ ശ്രീരാമൻ ഒറ്റയ്ക്ക്, ലക്ഷ്മണൻ ഒറ്റയ്ക്ക് ശ്രീരാമന്റെ അടുത്ത് പോയി. അപ്പൊ സീത ഇവിടെ ഒറ്റയ്ക്കായി. അപ്പൊ ഈ കാർന്നവര് കട്ടുകൊണ്ടുപോയി. നേരെ മറിച്ച് ഇത് കൂട്ടത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ, ഞാനിപ്പൊ നിങ്ങളുടെ അടുത്ത് എങ്കിൽ എങ്കിൽ എന്ന വാക്കാ പറഞ്ഞത്. എന്തിനാ ഇത്രയും പറഞ്ഞറിയോ? ഡെസ്റ്റിനി, നിയതി, വിധി, ഇത് എങ്ങനെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് രാമായണം മൊത്തം ശ്രമിക്കുന്നത്. ഒരു ജന്മത്തിന്, ഓരോരുത്തരുടെയും ജന്മത്തിന് ലക്ഷ്യമുണ്ട്. ആ ജന്മലക്ഷ്യമാണ് നിങ്ങളും ഞാനും നമ്മുടെ പ്രധാനമന്ത്രിയും, പ്രധാനമന്ത്രിയെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും, അപ്പുറത്തുള്ളവരും, ഇവിടുത്തെ മുഖ്യമന്ത്രിയും എല്ലാം ഓരോരുത്തർക്കും ഓരോ ജന്മലക്ഷ്യമുണ്ട്. ഇത് നമ്മളൊന്ന് ചിന്തിച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴാണ് കയ്യ് കെട്ടിയിരുന്ന് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക. അപ്ലൈഡ് ധർമ്മശാസ്ത്രം. ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ചത് എന്തിന്? അനുഭവിക്കാൻ വേണ്ടിയാണ് സർ നിങ്ങൾ വന്നത്. ഞാൻ എന്തെല്ലാം ചെയ്തു, എന്തു ചെയ്തോ അതിനു വേണ്ടിയാ നിങ്ങൾ ഇവിടെ വന്നത്. ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ, ആ കാറ്റഗറിയിലാണ് നിങ്ങളെ പണ്ടേ പെടുത്തിയിരിക്കുന്നത്. അത് കാരണം വിഷമിക്കേണ്ട. അല്ല, ഗോപാലകൃഷ്ണന് ചായയും കാപ്പിയും ഉണ്ടാക്കി കൊടുത്തു, അത് നിങ്ങളുടെ തലവിധിയാ. നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യണമെന്ന്. ഈ ഒരു ഡെസ്റ്റിനി, നിയതി, വിധി, അല്ലെങ്കിൽ ബാക്കിയെല്ലാം അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് ഈ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത്യത്ഭുതകരമായ ജീവിത സന്ദേശം നമുക്ക് ലഭിക്കും. അത്യത്ഭുതകരമായ ജീവിത സന്ദേശം നമുക്ക് ലഭിക്കും. രമണ മഹർഷിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കുറെ പേര് വഴക്കിട്ടു. എന്താ വഴക്കിട്ടത്? അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുറെ ബ്രാഹ്മണർ ഇപ്പുറത്തിരിക്കുന്നു, ബ്രാഹ്മണരല്ലാത്തവരപ്പുറത്തിരിക്കുന്നു, അങ്ങക്ക് പ്രിയപ്പെട്ടവർ അങ്ങയുടെ അടുത്തിരിക്കുന്നു. ഈ വിവേചനം അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ രമണ മഹർഷി വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവർ അവിടെ ഇരിക്കുക, ബ്രാഹ്മണരല്ലെന്ന് വിചാരിക്കുന്നവർ അവിടെ ഇരിക്കുക, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്നവർ ഇവിടെ ഇരിക്കുക. അപ്പൊ നിങ്ങളുടെ വിചാരമാണ് ഇതെല്ലാം. നിങ്ങൾ ബ്രാഹ്മണരെന്നൊരു കാറ്റഗറി ഒന്നുമല്ല. യു തിങ്ക് ദാറ്റ് യു ആർ എ ബ്രാഹ്മിൻ, യു തിങ്ക് ദാറ്റ് യു ആർ എ നായർ, യു തിങ്ക് ദാറ്റ് യു ആർ a kshatriya, vaishya or shudra. There is nothing like that. It is only your thought which makes you like that. Beautiful. രമണ മഹർഷിയുടെ വരികള് ജീവിതം മൊത്തം ആത്മീയതയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ശ്രീനാരായണ ഗുരുദേവൻ അവസാനം മൂത്രതടസ്സം അതുപോലെയുള്ള രോഗം വന്നു. പലരും ചോദിച്ചു, അങ്ങ് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, പലതും ചെയ്തു, എന്തുകൊണ്ട് അങ്ങക്കിത് വേണ്ടി വന്നു? ശരീരമല്ലേ മക്കളെ, ഈ ശരീരം ആർജിതവും സഞ്ചിതവുമായ കർമ്മഫലം അനുഭവിച്ചല്ലേ തീരുള്ളൂ. ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ലല്ലോ. ഇതൊരു വരിയാണ് നാരായണ ഗുരുദേവന്റെ വരികൾ. അതൊക്കെ പഠിക്കണം. അതാണ് 21ാം നൂറ്റാണ്ടിൽ ആവശ്യമുള്ളത്. അല്ലാതെ നമ്മൾ പഠിക്കുന്ന വേറെ പലതൊന്നും ഒരു ആവശ്യമില്ല. ഒരു മണ്ണാങ്കട്ടയിലെ വെറുതെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് ഒരു പ്രയോജനം ഇല്ലാതെയാക്കാനാണ്. യഥാർത്ഥത്തില് ആ നാരായണ ഗുരുദേവന്റെ വരികള് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞതും ഓരോ ചിന്തയിലും ഗുരുദേവൻ അത് പ്രായോഗികമാക്കിയതും രാമായണത്തില് വാൽമീകി മഹർഷി ഒരു ചരിതത്തിലൂടെ രാമൻ എന്ന ഒരു പുത്രൻ
എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്, അതുപോലെ സീത എന്ന ഭാര്യ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്, ലക്ഷ്മണൻ എന്ന അനുജൻ എങ്ങനെയാണ് അനുജനായി ജീവിക്കേണ്ടത് എന്ന്, 14 വർഷം സിംഹാസനത്തിലിരിക്കാതെ എല്ലാ നന്മകളും ഞാൻ ഭരിക്കുമ്പോൾ ആ നന്മകൾ ശ്രീരാമനുള്ളത് ഞാൻ ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ രാജ്യത്തിൽ തിന്മകളായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് എന്ന് പറഞ്ഞ ഭരതന്റെ അത്യുജ്വലമായ മാനസികാവസ്ഥ, വസിഷ്ഠന്റെ ആചാര്യ സ്ഥാനം, വിഭീഷണൻ ജ്യേഷ്ഠനെ ഉപദേശിക്കുന്നത്, മണ്ഡോദരി ഭർത്താവിനെ കറക്റ്റ് ചെയ്യുന്നത്, താര ബാലിയുടെ മുമ്പിൽ വന്ന് ധർമ്മശാസ്ത്രം വിവരിക്കുന്നത്, അംഗദൻ എന്ന മകനോട് അച്ഛനായ ബാലി രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉപദേശിക്കുന്നത്, അതുപോലെ ഹനുമാൻ അതിഗംഭീരമായിട്ട് ദാസഭാവ ഭക്തി കാണിക്കുന്നത്, ഇതെല്ലാം ഒന്ന് മറച്ചു നോക്കാൻ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 21ാം നൂറ്റാണ്ടില് നിങ്ങൾ പരിധിക്കപ്പുറം കരയില്ല, പരിധിക്കപ്പുറം ചിരിക്കില്ല, ഒരു തെറ്റുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഒരു അധർമ്മത്തിനും നിങ്ങൾ കൂട്ടുനിൽക്കില്ല. കാരണം കൺമുമ്പില് ജീവചൈതന്യമുള്ള ശ്രീരാമന്റെ കുടുംബാംഗങ്ങളുടെ ജീവിതമാണ് നിരത്തി വച്ചിരിക്കുന്നത്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതായിട്ട് വാൽമീകി രാമായണത്തില് ഒരു വരി പോലുമില്ല. ഒരാൾ എന്നോട് ചോദിക്കേണ്ടായി, ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ? സിമ്പിൾ ആൻസറാണ്. ആരംഗീകരിക്കുന്നു ആരംഗീകരിക്കുന്നില്ല എന്നല്ല പ്രശ്നം. വസ്തുത എന്ത്? വസ്തുത ശ്രീരാമൻ എന്ന വ്യക്തി സീതയെ മറ്റൊരാളുടെ സ്ഥലത്ത് നിന്ന് സ്വീകരിച്ചതുപോലെ നിന്നെ ഞാൻ സ്വീകരിക്കില്ല, ഞാൻ ധാർമ്മികമായി അത്രയും അധപ്പതിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്രീരാമൻ വ്യക്തിയും ശ്രീരാമൻ രാജാവുമാണ്, രണ്ടാണ്. രാജാവായ ശ്രീരാമൻ ചെയ്തത് ശരി, വ്യക്തിയായ ശ്രീരാമൻ ചെയ്തത് തെറ്റ്. ഇവിടെയാണ് ശരിയും തെറ്റും വരുന്നത്. എന്താ കാരണം? ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രീരാമൻ ഭരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം കേട്ടു ഭരിക്കുന്ന വ്യക്തിയാണ്. ഒരു വ്യക്തി എന്നല്ല, സമൂഹത്തില് ഒരു രാജാവിന് ഉണ്ടായിരിക്കേണ്ട സ്ഥാനം ഇന്ന് ഒരു മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഉള്ള സ്ഥാനം പോലെ അല്ല, കുറച്ചുകൂടി മഹത്വമേറിയ സ്ഥാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ജനങ്ങള് രാജാവിനെതിരെ വ്യക്തിപരമായ ജീവിതത്തിലോ സമൂഹ ജീവിതത്തിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ രാജാവ് കടപ്പെട്ടിരിക്കുന്നു, ആ രാജാവിന്റെ കുലത്തിന്റെ ധർമ്മം നിലനിർത്താൻ. അതുകൊണ്ട് സീത അത് ചെയ്തു, സീതയെ കൊണ്ട് ചെയ്യിച്ചു. ഈ ഒരു ആൻസർ രാമായണത്തില് വാൽമീകി തന്നെ നൽകുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ അല്ല നൽകിയത്. മാത്രല്ല, മരത്തിന്റെ ഇപ്പുറത്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ അസ്ത്രമെയ്തപ്പോൾ ബാലിയുടെ ഭാര്യ താര അതിഗഹനമായ ധർമ്മശാസ്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങയെപ്പോലെ അവതാരമായ ഈശ്വരൻ ഒരു കാരണവശാലും എന്റെ ഭർത്താവിനെ മറഞ്ഞു നിന്ന് അസ്ത്രമെയ്ത് വധിക്കരുതായിരുന്നു, ഇത് അങ്ങയുടെ കുലത്തിന് കളങ്കമാണ് എന്ന് അതിശക്തമായിട്ട് ഒരു സ്ത്രീ ശ്രീരാമന്റെ നേരെ വിരലി ചൂണ്ടുന്നുണ്ട്. അതിനെല്ലാ കാര്യങ്ങളും വിവരിച്ചതിന് ശേഷം ശ്രീരാമൻ താരയെ ആശ്വസിപ്പിച്ചു പറയാണ്, അടുത്ത ജന്മത്തില് ഞാൻ കൃഷ്ണനായി വരുമ്പോൾ നിന്റെ ഭർത്താവ് ബാലി വേടനായി വന്ന് ഇതേപോലെ മറഞ്ഞു നിന്ന് എന്റെ കാലിലേക്ക് അസ്ത്രമെയ്യുന്നുണ്ടാവും. അന്ന് അവന് ഈ അവസരം ലഭിക്കാൻ ഇന്ന് ഞാൻ ഇത് ചെയ്തു എന്ന് മാത്രം നീ വിചാരിക്ക.
ഇതോടുകൂടി അത് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ജന്മത്തിൽ ശ്രീകൃഷ്ണൻ ബെട്ട് ദ്വാരകയില്, വെരാവല്ലിന്റെ അടുത്ത് ഗുജറാത്തില് ഒരു കാട്ടിലിങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോൾ കാലിന്റെ വിരൽത്തുമ്പ് കണ്ട് അതൊരു മാനാണെന്ന് ധരിച്ച് ഈ വേടൻ അസ്ത്രമെയ്യുന്നുണ്ട്. ആ അസ്ത്രമെയ്ത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. അവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പകരം വീട്ടാൻ ഈശ്വരനോ മറ്റാരെങ്കിലും ആണെങ്കിലും അവസരം നൽകിക്കൊണ്ടൊരു ജന്മജീവിതമാണ് ശ്രീരാമന്റെ ജീവിതം. വളരെ ഗംഭീരാണ്, അതിഗംഭീരാണ് രാമായണത്തിലെ സന്ദേശങ്ങൾ. ഓരോ വരിയും നമുക്ക് ഉജ്ജ്വലം. ഇതിന്റെ മറ്റൊരു രൂപമാണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലുള്ളത്. ആ ധൃതരാഷ്ട്രര് വളരെ വ്യക്തമായിട്ട് തുറന്നടിക്കുന്നുണ്ട് വിതുരനോട്. ധർമ്മശാസ്ത്രപ്രകാരം ഒരു രാജാവാകാൻ അടുത്ത അർഹതപ്പെട്ട വ്യക്തിക്ക് കണ്ണ് കണ്ടൂടാ, ചെവി കേട്ടൂടാ, പല്ല് ശരിയല്ല, നാക്ക് വഴങ്ങുന്നില്ല. ഈ 4 കണ്ടീഷൻ ശരിയല്ലെങ്കിൽ അയാളെ രാജാവാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എനിക്ക് കണ്ണ് കണ്ടുകൂടാത്തത് കൊണ്ടാണ് ഹസ്തിനപുരത്തെ രാജാവാക്കാൻ ആരും എനിക്ക് അവസരം നൽകാത്തത്. പക്ഷേ എന്റെ മൂത്ത മകനായ ദുര്യോധനന് എന്തു കുറവാണുള്ളത്? എനിക്ക് രാജാവാകാൻ പറ്റിയില്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കേണ്ട എന്റെ മൂത്ത മകന് ഒരു കുറവുമില്ലാത്തതുകൊണ്ട് അവനെ രാജാവാക്കേണ്ടതല്ലേ എന്ന ചോദ്യം. എത്ര ചോദ്യങ്ങളാ ചോദിക്കുന്നത്! മഹാഭാരതത്തിന്റെ വഴിയിലൂടെ മുമ്പോട്ട് നീങ്ങിയാൽ കയ്യുകെട്ടി നിന്ന് ഈ രാഷ്ട്രത്തിന്റെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മഹാഭാരതത്തിലും രാമായണത്തിലും എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള് ഓർമ്മിക്കാനുള്ള ഒരു കാര്യം എന്നും ശ്രദ്ധിക്കുക. രാമായണത്തിലും മഹാഭാരതത്തിലും അത് എഴുതിയ മഹർഷിമാര് കാര്യങ്ങൾ അതേപോലെ എഴുതുക ചെയ്തിരിക്കുന്നത്. അവരുടെ വീക്ഷണകോണുകൾ നിങ്ങളുടെ തലയിൽ അവർ കെട്ടിവെച്ചിട്ടില്ല. ദുര്യോധനനെ വേദവ്യാസൻ അതിപ്രഗൽഭനും പണ്ഡിതനും വീരശൂര പരാക്രമിയുമായ രാജകുമാരൻ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്തും ദുര്യോധനനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. യുദ്ധം പോലെ പ്രസന്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രാമായണവും മഹാഭാരതവും വായിക്കുമ്പോൾ ആസ് ഈസ് ഗിവൺ സോ വി ആർ റീഡിംഗ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ടേക്ക് ഓർ റിജക്ട് വാട്ട് എവർ ഈസ് ഗിവൺ ഫ്രം ദാറ്റ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഒരിക്കൽ വെജിറ്റേറിയൻ സൊസൈറ്റി സസ്യാഹാര സമിതിയില് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ല പ്രഭാഷണത്തില് ഒരാള് ഒരു ചോദ്യം ചോദിച്ചു. ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. എന്റെ കൂട്ടത്തിലുള്ള സസ്യാഹാരികള് നഖശികാന്തം എതിർത്തു. എന്താ എതിർത്തത്? ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടില്ല, ഉറപ്പാ. കാരണം ഇവര് ശ്രീരാമന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നേ. ആ രീതിയിലാ സംസാരിച്ചത്. എന്നിട്ട് എന്റെ കയ്യിലുള്ള രാമായണത്തിലില്ല, വാൽമീകി എഴുതിയ രാമായണത്തിലില്ല, തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിൽ, ആധ്യാത്മിക രാമായണത്തിൽ മാത്രമേ ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചു എന്നുള്ളൂ. അതുകൊണ്ട് ശ്രീരാമൻ കഴിച്ചിട്ടില്ല, ഉറപ്പാണ് എനിക്ക്. അടുത്ത ആൾ അതിനേക്കാളും ഉറക്കെ ചാടി പറഞ്ഞു, എന്റെ കയ്യിലുള്ള രാമായണത്തിലുണ്ട്, തന്റെ കയ്യിലുള്ള രാമായണമല്ല. പിന്നെ വാദപ്രതിവാദം. നാരായണ ഗുരുദേവൻ പറഞ്ഞ വരി അറിയാലോ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്നുള്ളതൊക്കെ കാറ്റിൽ പറത്തി. അപ്പൊ ഞാൻ പ്രഭാഷകരിൽ ഒരുവനായ സ്ഥിതിക്ക് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കാം. കുറെ കഴിഞ്ഞപ്പോ അതിൽ സദസ്സിൽ 2 പേര് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ എന്ത് പറയും? അപ്പൊ ഞാൻ ഉടനെ അവരോട് ഉത്തരം പറഞ്ഞു. പണ്ട് എന്നോട് ചിലര് ചോദിച്ചു, ഗണപതി പാല് കുടിച്ചോ, സാറ് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഗണപതി പാല് കുടിച്ചാലും എനിക്ക് വിരോധമില്ല, ഗണപതി പാല് കുടിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. അങ്ങേര് പാല് കുടിക്കുന്നതിന് മുമ്പ് ഞാൻ ഗണപതിയെ പൂജിച്ചിരുന്നു, പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷവും ഞാൻ പൂജിക്കുന്നു. ഇനി ഗണപതി പാല് കുടിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ആ കുടിച്ച വെള്ളം ഏതി കൂടി ആ പുറത്തേക്ക് പോയെന്നുള്ളത് ഞാൻ പറയേണ്ടി വരും. അത് കാരണം എനിക്ക് അറിഞ്ഞുകൂടാതെ. എന്റെ ആൻസർ ക്ലിയർ ആയിരുന്നു. അതുപോലെ തന്നെയാണ്
ഇവിടെയും പറയാനുള്ളത്, ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചാലും എനിക്ക് വിരോധമില്ല, ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. അങ്ങേര് ജീവിതത്തിൽ നൽകിയ സന്ദേശമാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കഴിച്ചുകൂടെ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. 14 കൊല്ലം കാട്ടി താമസിച്ചിട്ടുണ്ട്, രാവണനെ കൊന്നിട്ടുണ്ട്, ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്കും ചേർത്തേക്കാം. ഈ നോൺ വെജിറ്റേറിയൻ മാത്രം എന്തിനാ ചേർക്കാൻ പോണേ? ബാക്കിയുള്ളതും കൂടി ചേർക്കാം. 14 വർഷം ഒന്ന് കാട്ടിപ്പോയിട്ട് ജീവിക്കാം. എന്നിട്ട് കുറഞ്ഞത് സൗദി അറേബ്യ പോയാലും മതി, 14 വർഷം അവിടെ പോയിട്ടൊന്ന് വരാം. എന്നിട്ട് ഭാര്യയെ ഉപേക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്തു ബാക്കിയുള്ളത് എടുക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കുക. അതിൽ രാമൻ കഴിച്ചോ, ലക്ഷ്മണൻ കഴിച്ചോ, അർജുനൻ കഴിച്ചോ, ഭരതൻ കഴിച്ചോ എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കുക. അത് നിങ്ങളുടെ ഇത്. രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ നന്മയുപയോഗിച്ച് പകർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് പകർത്താം. സാധിക്കുന്നത് പകർത്താൻ ഉദ്ദേശമുള്ളൂ, സാധിക്കുന്നത് പകർത്താം. ഒന്നും പകർത്താൻ ഉദ്ദേശമില്ല, സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോവാം. ഒരു പ്രശ്നവും വരാനില്ല. ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങളെപ്പോലെ എല്ലാവരും അക്ഷരം പ്രതി അത് വായിച്ച് ജീവിതത്തിൽ പകർത്തുന്നെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. വേണമെങ്കിൽ പകർത്താം, വേണ്ടെങ്കിൽ വേണ്ട. ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ശബരിമല മകരജ്യോതിഷ് മൊത്തം തട്ടിപ്പ, കാണാൻ പോവണ്ട, പ്രശ്നം തീർന്നില്ലേ? ശബരിമല ശാന്തിക്കാരന് മൂലമന്ത്രം കൂടി അറിഞ്ഞൂടാ, പിന്നെ എന്തിനാ അങ്ങേരെ തൊഴാൻ പോകുന്നത്? ശബരിമല ശാസ്താവിനെ തൊഴുതിട്ട് ഇങ്ങോട്ട് വന്നാ പോരെ? അങ്ങേരെ തൊഴാൻ പോകുന്നത് എന്തിനാ? ഓ, അത് ശരിയാണല്ലോ, ഇത് ശരിയാണെന്ന് നിങ്ങളുടെ തലയിൽ തന്നെ ഉദിച്ചാ പോരെ? ഇത് ദേവസ്വം മന്ത്രി ശരിയല്ല, അങ്ങേരെ അടുത്ത് അപേക്ഷ കൊടുക്കാൻ പോവണ്ട, പ്രശ്നം തീർന്നില്ലേ? അപ്പോ നമ്മള് ചിലത് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വാദിക്കാനും എന്തോ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനും ശ്രമിക്കുന്നു. അതൊന്നും നമ്മുടെ ജോലിയല്ല. നമ്മുടെ ജോലി ഒന്ന് മാത്രം, നന്മകൾ എവിടെയുണ്ടോ അത് സ്വീകരിക്കാം. മാർക്സിസത്തിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും അതിലെ നന്മകൾ സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഖുറാനിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കാം. നന്മകൾ എവിടെ ഉണ്ടെങ്കിലും അത് സ്വീകരിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനല്ലേ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അതിനകത്തെ തിന്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീത മൊത്തം ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതിന് ശേഷം അർജുനനോട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ട അക്ഷരം പ്രതി നീ അത് പാലിച്ചില്ല എങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നൊന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞില്ല. പകരം ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യ ഏതത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. എന്ത് നല്ലൊരു വരിയ! ഞാൻ പറഞ്ഞു തരാനുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു കൃഷ്ണ. അർജുന, ഇനി ഏതത്, ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം അശേഷേണ വിമൃശ്യ, പൂർണ്ണമായിട്ടും വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത് ത്വം യഥാ ഇച്ഛസി തഥാ കുരു, നിനക്ക് ഏതിഷ്ടമെന്ന് തോന്നുന്നോ അത് നീ ചെയ്യ. രണ്ടിന്റെയും ഉദ്ദേശം അതേ ഉള്ളൂ.